ഹായ് എവരി വൺ, വെൽക്കം ടു വെരാൻഡ റൈസ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ സെക്ഷനായിട്ട് തുടങ്ങാൻ പോവുകയാണ്. SBI ക്ലർക്ക് നമ്മളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, മെയിൻസിൻ്റെ എക്സാം ഹാൾ ടിക്കറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ 10ഉം 12ഉം തീയതികളിൽ നമ്മുടെ SBI ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ SBI ക്ലർക്ക് മെയിൻസ്, അതുപോലെ തന്നെ SBI PO മെയിൻസ് വരാനിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റീസണിങ്ങിൻ്റെ സെക്ഷനാണ് നമ്മൾ പോകുന്നത്. ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻസ് പോകുന്നുണ്ട് റിജിൻ സാറിൻ്റെ, അതുപോലെ തന്നെ ഒരു റീസണിങ്ങിൻ്റെ സെക്ഷനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റീസണിങ്ങിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, കംപ്ലീറ്റ്ലി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അധികം ടഫുമല്ല, അധികം ഈസിയുമല്ല, ഒരു ഇൻ ബിറ്റ്വീൻ ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എത്ര സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ടോപ്പിക്കിനുള്ളിലോട്ട് പോകാം. ഓക്കെ, ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് അല്ലേ. അൺസർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലേ. അപ്പോൾ സർട്ടൈൻ നമ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. സർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺസ് കൊടുക്കുക, തന്നിട്ടുള്ള വാല്യൂസ് കൊടുക്കുക, കുറച്ച് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അൺസർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. ഇനി എന്താ, അതിൽ സം ഓഫ് ദം ഓൺ ഡിഫറെൻറ്റ് കാർസ്, അവർക്ക് ഓരോരോ ടൈപ്പ് ഓഫ് കാർസ് ഉണ്ട്. ഒരേ കാർ രണ്ട് പേഴ്സൺസിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഓരോ ഡീറ്റെയിൽസ് അല്ലേ. 3 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ താക്കൂർ ആൻഡ് ദ വൺ ഹൂ വാണ്ട്സ് റെനോൾട്ട്. അപ്പോൾ ഇവിടെ എന്താ, അടുത്ത 2 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ താക്കൂർ ആൻഡ് പ്രിൻസ്. റോബർട്ട് ഈസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രിൻസ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ എക്സ്ട്രാ ഒരു ക്ലൂ എന്ന രീതിക്ക് പറയാമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡീറ്റെയിൽസ് കിട്ടുന്നതനുസരിച്ചും എവിടെ നിന്നാണോ കണക്റ്റിംഗ് ഫാക്ടർ കിട്ടുന്നത് അവിടെ നിന്ന് തുടങ്ങണം അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അധികം പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? റോബർട്ട് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ദ ലെഫ്റ്റ് ഓഫ് പ്രിൻസ്. സാമുവേൽ ഈസ് സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് റോബർട്ട്. സാമുവേൽ ആൻഡ് താക്കൂർ ആർ നോട്ട് ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. Qasim is sitting second to the right of Thakur. The one who won Ford is sitting third to the left of Qasim. The one who won Hyundai is sitting second to the left of one who wants Ford. 3 persons are not sitting between the okay, 3 persons are not sitting between the one who wants Renault and the one who wants Honda when counted from the right of one who wants Honda. The one who sit immediate left of Samuel wants Honda. Number of persons sitting between Qasim and Prince when counted from the right of Prince is 4 times as the number of persons sitting between Samuel and Qasim when counted from the left of Samuel. അപ്പോൾ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് റീഡ് ചെയ്തു എന്നേ ഉള്ളൂ. കണക്റ്റിംഗ് ഫാക്ടർ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് അല്ലേ. അപ്പോൾ അതായത് ഒരു ഡീറ്റെയിൽ നമ്മൾ എടുത്ത് നമ്മളുടെ സർക്കുലർ സീറ്റിംഗ്, അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, അവിടെ ഒരാളെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് നമുക്ക് ഓരോ വ്യക്തികളെയും കിട്ടണം. അപ്പോൾ ഇവിടെ കണക്റ്റിംഗ് ആയിട്ട് ആരെ എടുക്കാൻ പറ്റും? നമുക്ക് റോബർട്ടിനെ ആദ്യം എടുക്കാൻ പറ്റും അല്ലേ. റോബർട്ട് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രിൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് സീറ്റിംഗ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സർക്കുലർ സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ സർക്കിൾ കൊടുക്കുന്നു. ആദ്യം ഒരാളെ എടുക്കണം. അപ്പോൾ എല്ലാവരും തന്നെ എന്താ, ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. അപ്പോൾ അതൊരു ഈസി ആയി അല്ലേ. ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതെല്ലാം റൈറ്റ് ആയിരിക്കണം, ഇങ്ങോട്ട് വരുന്നതെല്ലാം ലെഫ്റ്റ് ആയിരിക്കണം. അതും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി എന്താ, എപ്പോഴും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഡേറ്റ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുക, ആ ആളെ ഫിക്സ് ചെയ്യുക. കണക്റ്റിംഗ് ആയിട്ട് വരുന്നത് കണക്ട് ചെയ്ത് പോകുക. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ സൈഡിൽ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം ഞാൻ കണക്ട് ചെയ്യുന്ന എടുക്കുന്നത് റോബർട്ടിനെ വെച്ചാണ് അല്ലേ. അപ്പോൾ റോബർട്ട് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രിൻസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. റോബർട്ട് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രിൻസ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രിൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രിൻസിന്റെ സെക്കൻഡ് ലെഫ്റ്റിൽ ആര് വരണം? റോബർട്ട് വരണം. 1 2. പ്രിൻസിന്റെ സെക്കൻഡ് ലെഫ്റ്റിൽ ഞാൻ റോബർട്ടിനെ കൊടുത്തു. റോബർട്ട് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രിൻസ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? സാമുവേൽ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് റോബർട്ട്. അപ്പോൾ അടുത്തത് സാമുവേലിനെ കുറിച്ച് പറയുന്നുണ്ട്. സാമുവേൽ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് റോബർട്ട്. അപ്പോൾ നോക്കിയേ, റോബർട്ടിന്റെ സെക്കൻഡ് ലെഫ്റ്റിൽ സാമുവേൽ വരണം. അപ്പോൾ റോബർട്ടിന്റെ സെക്കൻഡ് ലെഫ്റ്റ് എടുക്കുവാണെങ്കിലോ 1 2, ഇവിടെ ആര് വരണം? സാമുവേൽ വരണം. എല്ലാവരും ഫേസിങ് സെന്റർ ആയതുകൊണ്ട് സെന്റർ കൊടുക്കാം അല്ലേ. ഇനി അടുത്ത എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സാമുവേൽ ആൻഡ് താക്കൂർ ആർ നോട്ട് ഇമ്മീഡിയറ്റ് നൈബേഴ്സ്. അപ്പോൾ സാമുവേലിന്റെ അടുത്ത് താക്കൂർ എന്ന് പറയുന്ന ആൾ വരത്തില്ല. അപ്പോൾ ഇവിടെയും താക്കൂർ വരത്തില്ല, ഇവിടെയും താക്കൂർ വരത്തില്ല. ഇവിടെ ഒരു പേഴ്സൺ വരുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആയിട്ട് ഉറപ്പായിട്ടും താക്കൂർ വരത്തില്ല. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തു. ഇനി അടുത്തെന്താ, ഖാസിം ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് താക്കൂർ. അപ്പോൾ താക്കൂർ എവിടെ വരുന്നു? അയാളുടെ സെക്കൻഡ് റൈറ്റിൽ ഖാസിം വരണം. നമുക്ക് കൊടുക്കാൻ ഇപ്പൊ പറ്റത്തില്ല. ഇനി ഇവിടെ നോക്കിയേ, 3 persons are sitting between Thakur and one who won Renault. 2 persons are sitting between Thakur and
പ്രിൻസ്. ഇവിടെ നമുക്ക് പ്രിൻസ് ഉണ്ടല്ലോ. അപ്പൊ പ്രിൻസിനെ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തൂടെ? 2 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ താക്കൂർ ആൻഡ് പ്രിൻസ്. അപ്പൊ പ്രിൻസിന്റെയും താക്കൂറിന്റെയും ഇൻ ബിറ്റ്വീനിൽ എത്ര പേഴ്സൺസ് ആണ്? 2 persons ആണ് അല്ലേ. അപ്പൊ താക്കൂറിന്റെയും പ്രിൻസിന്റെയും ഇൻ ബിറ്റ്വീനിൽ 2 persons കൊടുക്കട്ടെ. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ താക്കൂർ ഇവിടെ വരണം. പക്ഷെ സാമുവേലിന്റെ അടുത്ത് താക്കൂർ വരത്തില്ല. അപ്പൊ ഇവിടെ താക്കൂർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ 1 2 ഇവിടെ തന്നെ ആര് വരണം? പ്രിൻസ് സാമുവേൽ. സോറി, ആരുടെ ഇൻ ബിറ്റ്വീനില? 2 persons, താക്കൂറിന്റെയും പ്രിൻസിന്റെയും. ഇവിടെ തന്നെയാണ് താക്കൂർ വരേണ്ടത്. ഓക്കെ, അടുത്തത് നോക്കിയേ. ഓക്കെ, അത് കഴിഞ്ഞു. 3 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ താക്കൂർ ആൻഡ് ദ വൺ ഹു വോൺ റെനോൾട്ട്. അപ്പോൾ താക്കൂറിനും റെനോൾട്ട് ഉള്ള പേഴ്സണിന്റെ ഇടയിലും 3 persons ആണ്. 1 2 3 ഈ ഡയറക്ഷനിലോട്ട് എടുക്കുവാണെങ്കിൽ, അതായത് താക്കൂറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെ റെനോൾട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ. ഇവിടെ റെനോൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡോട്ട്, അതായത് താക്കൂറിന്റെ റൈറ്റ് സൈഡിലോട്ട് എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് കൺഫേം അറിയാം, പക്ഷെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് അറിയത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു അൺസർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺസിന്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ആ സ്റ്റേറ്റ്മെന്റ് അപ്പൊ അവിടെ കിടക്കട്ടെ. നോ 2 persons. അടുത്തെന്താ? ഓക്കെ, അടുത്തത് ക്വാസിം ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് താക്കൂർ. അപ്പൊ താക്കൂറിന്റെ സെക്കൻഡ് റൈറ്റിൽ ആര് കൊടുക്കണം? ക്വാസിം കൊടുക്കണം. അപ്പൊ 1 2 ക്വാസിം ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് താക്കൂർ കൊടുത്തു. ഇനി എന്താ? ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യാം. ക്വാസിം ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് താക്കൂർ. The one who wants Ford is sitting third to the left of Qasim. അപ്പോൾ ഫോർഡ് കാർ ഓൺ ചെയ്യുന്ന ആള് കോസിമിന്റെ തേർഡ് ലെഫ്റ്റിലാണ് അല്ലേ. അപ്പൊ കോസിമിന്റെ തേർഡ് ലെഫ്റ്റ് എടുക്കണമെങ്കിലോ ബാക്ക് ഡയറക്ഷനിലോട്ട് പോകണം. 1 2 3. അപ്പോൾ ഈ പേഴ്സണിനുള്ള കാർ എന്താ? ഫോർഡ് ആണ്. അപ്പൊ കാറിനെയൊക്കെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ the one who wants Ford is sitting third to the left of Qasim ആണ്. The one who wants Honda is sitting സെക്കൻഡ് ദ ലെഫ്റ്റ് ഓഫ് ദ വൺ ഹു വോൺസ് ഫോർഡ്. അപ്പൊ ഫോർഡ് കാർ ആരുടെ കയ്യിലുണ്ടോ അയാളുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ഇരിക്കുന്ന പേഴ്സണിന് ഹുണ്ടായി കാർ ഉണ്ട് അല്ലേ. അതല്ലേ മീനിങ്? അപ്പോൾ ഫോർഡ് കാർ ഇയാളുടെ സെക്കൻഡ് ലെഫ്റ്റ് എടുക്കുമ്പോൾ അത് പ്രിൻസ് ആണ് വരുന്നത്. പ്രിൻസിന് അപ്പൊ എന്ത് കാർ ഉണ്ടെന്ന് കൊടുക്കാം? ഹുണ്ടായി കാർ ഉണ്ടെന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തിനി എന്താ പറയുന്നത്? ആ സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞു. 3 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ദ വൺ ഹു വോൺ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞു. 3 persons ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ദ വൺ ഹു wants Renault and the one who wants Honda when counted from the right of the one who wants Honda. Okay, റെനോൾട്ടും ഹോണ്ടയും വെച്ചേക്കുന്ന ആൾക്കാർക്കിടയിൽ 3 persons വരണം. നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇനി ഏതാ? the one who sits immediate left of Samuel on Honda. അപ്പൊ സാമുവേലിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റിലുള്ള പേഴ്സണിന് ഹോണ്ട കാറാണ്. അപ്പൊ സാമുവേലിന്റെ ഇമീഡിയറ്റ് ലെഫ്റ്റ് പേഴ്സണിന് ഞാൻ ഹോണ്ട കാർ കൊടുത്തു. അതും ഫിക്സ് ആയല്ലോ. ഇനി എന്താ? അപ്പൊ അതിന് മുമ്പിലത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തൂടെ? 3 persons ആർ നോട്ട് സിറ്റിംഗ് ബിറ്റ്വീൻ വൺ ഹു വോണ്ട് റെനോൾട്ട് ആൻഡ് ദ വൺ ഹു വോണ്ട്സ് ഹോണ്ട വെൻ കൗണ്ടേഡ് ഫ്രം ദ റൈറ്റ് ഓഫ് ഹോണ്ട അല്ലെ. അപ്പൊ ഹോണ്ടയുടെ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്താൽ, ഹോണ്ടയുടെ റൈറ്റ് സൈഡ് ഇങ്ങോട്ട്, അതിന് ഇൻ ബിറ്റ്വീൻ 3 persons, ഹോണ്ടയ്ക്കും റെനോൾട്ടിനും ഇടയിൽ 3 persons വരാൻ പാടില്ല. അപ്പോൾ 1 2 3 ഇവിടെ എന്തായാലും അപ്പോൾ റെനോൾട്ട് എന്ന് പറയുന്ന സംഭവം വരത്തില്ല അല്ലേ. ഇനി എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ റെനോൾട്ട് വരാനുള്ള ഒരു സാധ്യത എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, അത് വരത്തില്ല. ഇനി എന്താ അടുത്ത് പറയുന്നത്? നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ കോസിം ആൻഡ് പ്രിൻസ് വെൻ കൗണ്ടേഡ് ഫ്രം ദ റൈറ്റ് ഓഫ് പ്രിൻസ് ഈസ് 4 times ദി നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ സാമുവേൽ ആൻഡ് കോസിം വെൻ കൗണ്ടേഡ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് സാമുവേൽ. അപ്പൊ നോക്കിയേ, ക്വാസിമിനും പ്രിൻസിനും ഇടയിലുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ വെൻ കൗണ്ടേഡ് ഫ്രം ദ റൈറ്റ് ഓഫ് പ്രിൻസ്. പ്രിൻസിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് കോസിമിന് ഇടയിൽ എത്ര ആൾക്കാരാ? 1 2 3 4 പേഴ്സൺസ് അല്ലെ. 4 persons ഉണ്ട്. അതെന്ന് പറയുന്നത് 4 times ഓഫ് നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ സാമുവേൽ ആൻഡ് കോസിം. സാമുവേലിനും കോസിമിനും ഇടയ്ക്ക് കൗണ്ടേഡ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് സാമുവേൽ. സാമുവേലിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വരുന്ന പേഴ്സൺസിന്റെ 4 times ആണ്. അതല്ലേ മീൻ ചെയ്യുന്നത്? അപ്പോ ഇതിന്റെ 4 times എന്ന് വെച്ചാൽ നമുക്ക് അവിടെ 4 persons ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പോൾ അതിന്റെ 4, അതായത് ഒരു നമ്പറിന്റെ 4 times 4 വരണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന സാമുവേലിനും കോസിമിനും ഇടയിൽ ഫ്രം ദ ലെഫ്റ്റ് ഓഫ് കോസിം സാമുവേൽ നോക്കുമ്പോൾ നമുക്ക് എത്ര പേഴ്സണേ വരാൻ പാടുള്ളൂ? 1 പേഴ്സണേ വരാൻ പാടുള്ളൂ. കറക്റ്റ് ആണ്, 1 person ആണുള്ളത്. അപ്പോൾ തീർന്നു അല്ലേ. നമ്പർ ഓഫ് പേഴ്സൺസ് നമ്മൾ പ്ലേസ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ അപ്പുറം എക്സ്ട്രാ പേഴ്സൺസ് വരാനില്ല. അപ്പൊ കൗണ്ട് ചെയ്ത് 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ ടോട്ടൽ 11 persons എന്ന് കിട്ടി. അൺസർട്ടൈൻ നമ്പർ ഓഫ് പേഴ്സൺ നമ്മൾ സീറ്റിംഗ് നമ്മൾ സോൾവ് ചെയ്തു.
ടോട്ടൽ 11 പേഴ്സൺസ് ആണ് എന്നുള്ളതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയിൽ മിസ് ചെയ്ത് പോയ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം. 3 persons are sitting between താക്കൂർ ആൻഡ് ദ വൺ ഹു വാണ്ട്സ് റെനോൾട്ട്. താക്കൂറിനും റെനോൾട്ട് ഓൺ ചെയ്യുന്ന ആൾക്കും ഇടയിൽ 3 പേഴ്സൺസ് വരണം. പക്ഷെ റെനോൾട്ട് ഈ സൈഡ് വരത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ? 1 2 3 ഇവിടെ റെനോൾട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1 2 3 നമുക്ക് റെനോൾട്ട് വരുന്നത് എവിടെയായിരിക്കണം? സാമുവേൽ ആയിരിക്കണം റെനോൾട്ട് വരുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കൊടുക്കാത്തത്? ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. വേറെ ഏതെങ്കിലും ഇടയിൽ മിസ് ചെയ്തതുണ്ടോ? പേരുകൾ, ആളുകൾ, ഓക്കെ, എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുത്തു. ഇനി എന്താ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻസിനുള്ളിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് കിട്ടിയതാണ് ഫൈനൽ. ഞാൻ എടുത്തിവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഓപ്ഷൻസ്, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കണക്കായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി എന്താ, ഹൂ ഓൺസ് ഫോർഡ് കാർ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഫോർഡ് കാർ ആരാ ഓൺ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പൊ നോക്കിയേ, ആർക്കാ ഫോർഡ് കാർ ഉള്ളത്? ഈ പേഴ്സൺ. പക്ഷെ ആ പേഴ്സണ് പേരറിയാവോ? അറിയത്തില്ല. അപ്പോൾ ബാക്കി റിലേറ്റഡ് ഡേറ്റാസ് എന്തുണ്ടെന്നുള്ളത് നോക്കിയേ. ദ വൺ ഹു സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് റോബർട്ട്. റോബർട്ടിന്റെ തേർഡ് റൈറ്റിലുള്ള പേഴ്സൺ. റോബർട്ടിന്റെ തേർഡ് റൈറ്റ് ആണോ? നോ. ഫോർഡ് കാർ ഓൺ ചെയ്യുന്ന ആള് റോബർട്ടിന്റെ 4th ടു ദ റൈറ്റ് ആയിരിക്കുന്നത്. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല. 1 2 3 4 4th ടു ദ റൈറ്റ് ആയിരിക്കുന്നത്. ദെൻ അടുത്തോ, ദ വൺ ഹു സിറ്റ്സ് 6th ടു ദ റൈറ്റ് ഓഫ് ദ വൺ ഹു വാണ്ട്സ് ഹോണ്ട. അപ്പോൾ ഹോണ്ട കാർ ഓൺ ചെയ്യുന്ന ആളുടെ 6th റൈറ്റ് ആകുമ്പോൾ 1 2 3 4 5 6 ഇല്ല, അവിടെയും അല്ല. അടുത്തെന്താ, ദ വൺ ഹു സിറ്റ്സ് 5th ടു ദ ലെഫ്റ്റ് ഓഫ് സാമുവേൽ. സാമുവേലിന്റെ 5th ലെഫ്റ്റിലുള്ള പേഴ്സൺ ആരാ? 1 2 3 4 5. യെസ്, ആ ആൾക്ക് ഫോർഡ് കാർ ഉണ്ട്. അപ്പോൾ ദ വൺ ഹു സിറ്റ് 5th ടു ദ ലെഫ്റ്റ് ഓഫ് സാമുവേൽ എന്ന് പറയുന്നതാണ് ഫോർഡ് കാർ ഓൺ ചെയ്യുന്ന ആൾ. ഇതിന് വേണമെങ്കിൽ ഡി നോക്കിയേ, ദ വൺ ഹു സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ദ വൺ ഹു വാണ്ട്സ് ഹോണ്ടായി. അപ്പോൾ ഹോണ്ടായി കാർ ഓൺ ചെയ്യുന്ന ആളുടെ ഇമീഡിയറ്റ് റൈറ്റിൽ ഇരിക്കുന്നത് ആരാ? സാമുവേൽ ആണ്. അതുമല്ല. ദെൻ ഇത് ഓപ്ഷൻ ഇ ആണ് കേട്ടോ, ലാസ്റ്റ് ഓപ്ഷൻ. നൺ ഓഫ് ദിസ് എന്ന് പറയുന്നത്. നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇത് ലാസ്റ്റ് ഓപ്ഷൻ ഇ ആണ്, നൺ ഓഫ് ദിസ്. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, ഹൂ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ദ വൺ ഹു വാണ്ട്സ് ഹോണ്ട കാർ. അപ്പൊ ഹോണ്ട കാർ ഓൺ ചെയ്യുന്ന ആളുടെ തേർഡ് ടു ദ റൈറ്റ് ആരാണ്? അപ്പൊ ഹോണ്ട കാർ ഓൺ ചെയ്യുന്ന ആളാരാ? ഇതാ, ഇയാളുടെ തേർഡ് റൈറ്റ് 1 2 3 തേർഡ് റൈറ്റ് ആരാ വരുന്നേ? റോബർട്ട്. ഓപ്ഷൻ സി റോബർട്ട് ആണ്. തേർഡ് ടു ദ റൈറ്റ് അല്ലേ? യെസ്. ഓക്കെ, ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ഇൻ ദ സർക്കിൾ? എത്ര പേഴ്സൺസാ നമ്മൾ കണ്ടുപിടിച്ചല്ലേ ഫൈനലി? നമ്മൾ അൺസർട്ടൈൻ നമ്പർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. എത്ര പേഴ്സൺസ് ആയിരുന്നു നമുക്ക്? 11 പേഴ്സൺസ്. ഓപ്ഷൻ ഡി 11 പേഴ്സൺസ് ആണ്. അടുത്തത് നോക്കിയേ, ഇഫ് ജെറാർഡ് സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പട്ടേൽ, ഹു വാണ്ട്സ് ഓഡി കാർ ആൻഡ് ദെൻ വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? അപ്പൊ ജെറാർഡ് എവിടെയായിരിക്കുന്നത്? സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പട്ടേൽ. ദെൻ പട്ടേലിന് എന്തുണ്ട്? ഓഡി കാർ. പട്ടേലിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, കാറും ടോയറും കൊടുക്കണം അല്ലെ? അപ്പൊ ഇവിടെ പട്ടേലിനെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെയും പ്ലേസ് ചെയ്യാം. ഇനി എന്താ, പട്ടേലിന്റെ തേർഡ് ടു ദ ലെഫ്റ്റില് ജെറാർഡ് വരണം. അപ്പൊ പട്ടേലിന്റെ തേർഡ് ലെഫ്റ്റ് എടുത്ത് ഞാൻ ഇവിടെയാണ് പട്ടേൽ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ പട്ടേൽ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇയാളുടെ തേർഡ് ലെഫ്റ്റ് 1 2 3 ജെറാർഡ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇവിടെ അല്ല പട്ടേൽ. ഇനി ഇവിടെ പട്ടേൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ തേർഡ് ലെഫ്റ്റ് 1 2 3 ഇവിടെ ജെറാർഡ് കൊടുക്കാമല്ലോ, പറ്റും. അപ്പൊ ഇവിടെ പട്ടേൽ കൊടുക്കാൻ പറ്റും. ഇനി വേറെ സാധ്യതയുണ്ടോ? ഇവിടെ കൊടുത്താൽ തേർഡ് ലെഫ്റ്റ് 1 2 3 കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ പട്ടേൽ കൊടുത്താലോ തേർഡ് ലെഫ്റ്റ് 1 2 3 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെയും പട്ടേൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒറ്റ സാധ്യതയുള്ളൂ, ഇവിടെ പട്ടേൽ കൊടുക്കുക, അയാളുടെ തേർഡ് ലെഫ്റ്റില് ജെറാർഡ് കൊടുക്കുക അല്ലേ? അപ്പൊ ഓക്കെ, പ്ലേസ് ചെയ്യാം. ഇവിടെയാണ് പട്ടേൽ എന്ന് എടുത്തു, അയാൾക്ക് ഓഡി കാറാണെന്ന് എടുത്തു. ഇത് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന് മാത്രം, അതായത് ഒരു ക്വസ്റ്റ്യന് പ്രത്യേകിച്ച് നമ്മളുടെ പസിൽ സെറ്റിൽ ഓർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെറ്റിൽ തന്നിട്ടില്ലാത്ത ഒരു ഡേറ്റ എക്സ്ട്രാ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അത് ആ ക്വസ്റ്റ്യന് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ പട്ടേൽ കൊടുത്തു, ഓഡി കാർ ഓൺ ചെയ്യുന്നു, അയാളുടെ തേർഡ് ലെഫ്റ്റിൽ ജെറാർഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിയേ, വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നല്ലേ? ഏത് സ്റ്റേറ്റ്മെന്റാ ഇതിൽ ശരിയായത്?
ഓക്കെ, ജെറോഡ് സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ദ വൺ ഹു ഓൺ ഹുണ്ടായി കാർ. ആണോ? ഹുണ്ടായി കാർ ഓൺ ചെയ്യുന്ന ആളുടെ ഇമീഡിയറ്റ് റൈറ്റിലാണോ ജെറാഡ് ഇരിക്കുന്നത്? യെസ്, ഇത് ശരിയാണ്. അടുത്തത് നോക്കിയേ, കോസിം ആൻഡ് പട്ടേൽ ആർ ഇമീഡിയറ്റ് നൈബേഴ്സ്. കോസിമും പട്ടേലും ഇമീഡിയറ്റ് നൈബേഴ്സ് ആണോ? ആണ്. അപ്പൊ അതും ശരിയാണ്. പട്ടേൽ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സാമുവേൽ. സാമുവേലിന്റെ തേർഡ് ലെഫ്റ്റിലാണോ പട്ടേൽ ഇരിക്കുന്നത്? സാമുവേൽ അയാളുടെ തേർഡ് ലെഫ്റ്റ്, 1 2 3 തേർഡ് ലെഫ്റ്റിലാണ് പട്ടേൽ ഇരിക്കുന്നത്. Then 2 persons sits between Robert, Gerard, counted from right of Robert. റോബർട്ടിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്തേ 1 2 2 persons അല്ലേ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഓൾ ഓഫ് ദി എബോ അല്ലെ, എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്കിവിടെ ശരിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഇഫ് റൈന സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് മോഹൻ. ഞാൻ പറഞ്ഞു ആ ക്വസ്റ്റ്യനിൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാവൂ അല്ലെ. ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളുടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള സീറ്റിംഗ് മാത്രമേ ഇവിടെ എടുക്കാവൂ. ഇഫ് റൈന സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് മോഹൻ ദെൻ റൈന ഓൺസ് ഡാഷ് കാർ. അപ്പോൾ റൈന ആരുടെ ഇമീഡിയറ്റ് റൈറ്റിലായിരിക്കുന്ന? മോഹനെ. അപ്പോൾ മോഹൻ നോക്കി എവിടെ കൊടുക്കാൻ പറ്റും? മോഹന്റെ ഇമീഡിയറ്റ് റൈറ്റിൽ റൈന കൊടുക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയൊക്കെയാ? മോഹന്റെ ഇമീഡിയറ്റ് റൈറ്റിൽ റൈന കൊടുക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. മോഹൻ അയാളുടെ ഇമീഡിയറ്റ് റൈറ്റിൽ റൈന, രണ്ടാൾക്കാരെ അടുപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന സ്ഥലം ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്ഥലത്ത് ഞാൻ കൊടുത്തു. ഇനി എന്താ? റൈന വോൺസ് വിച്ച് കാർ? ഏത് കാറാ? ഫോർഡ് അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ഫോർഡ് ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? 5 ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞു. ഒരു പസിൽ സെറ്റിലെ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അത്യാവശ്യം ഈസിയും അല്ല അത്യാവശ്യം ടഫും അല്ലാത്ത ഒരു സെറ്റായിരുന്നു അല്ലേ? ഓക്കെ, അതിൻ്റെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. ഇത് കുറച്ച് ടഫാണെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് ടഫാ, ഒരു ഇൻ ബിറ്റ്വീൻ കേസാണ്. അതായത് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് തന്നെയാണ്, പക്ഷേ നമുക്ക് സർക്കുലർ അല്ല, നോർത്ത് സൗത്ത് ഫേസിങ് സീറ്റിംഗ്, ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പക്ഷേ 3 റോയുടെ കേസ് പറയുന്നുണ്ട്. നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയേ. 16 persons ആർ സിറ്റിംഗ് ഇൻ 3 parallel rows. അപ്പോൾ 3 റോസിലായിട്ട് 16 persons ഇരിക്കുന്നുണ്ട് അല്ലേ? 16 persons ഇരിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? only 4 persons ആർ സിറ്റിംഗ് ഇൻ റോ 1. അപ്പൊ ആദ്യത്തെ റോയിൽ റോ 1 4 persons ഉള്ളൂ. അപ്പൊ റോ 1 4 persons ആണ്. ഇനി അടുത്തോ, അതിന്റെ ഓൾ ആർ ഫേസിങ് സൗത്ത് ഡയറക്ഷൻ. അപ്പൊ റോ 1 4 persons എല്ലാവരും എന്ത് ചെയ്യുന്നു? സൗത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്ത് ഇരിക്കുന്നു. അടുത്തെന്താ പറയുന്നത്? ഇൻ റോ 2 only 8 persons ആർ സിറ്റിംഗ്. അപ്പൊ റോ 2 8 persons അല്ലേ? അപ്പൊ റോ 2 എടുത്തു, ഇത് റോ 1 ആണ്. റോ 2 എടുത്തു, 8 persons എടുത്തു. അതില് in such a way that 4 persons from the west faces north. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഈ ഡയറക്ഷനിൽ നിന്ന് വരുന്ന ആൾക്കാർ ഫേസസ് നോർത്ത് ആണ്, ഈ ഡയറക്ഷനിൽ നിന്ന് വരുന്ന 4 persons ഫേസസ് സൗത്ത് അല്ലേ? അതല്ലേ പറയുന്നത്? വെസ്റ്റ് ഫേസസ് നോർത്ത് ഡയറക്ഷൻ ആൻഡ് 4 persons ഫ്രം ദ ഈസ്റ്റ് ഫേസസ് സൗത്ത് ഡയറക്ഷൻ ആണ്. ഇനി only 4 persons ആർ സിറ്റിംഗ് ഇൻ റോ 3. അപ്പൊ റോ 3 എത്ര പേഴ്സൺസ് ആണ് ഉള്ളത്? റോ 3 4 persons ആണ് ഉള്ളത്. അപ്പൊ റോ 3 എടുത്തു, അവിടെയും 4 persons ആണ് ഉള്ളത്. ഇനി അവരെല്ലാവരും ഫേസിങ് നോർത്ത്. അപ്പൊ റോ 4 വരുന്ന 3 വരുന്ന 4 persons ഫേസിങ് നോർത്ത് ആണ്. ഇനി വേറെ എന്താ പറയുന്നത്? only 4 persons ആർ ഓക്കെ, അത് പറഞ്ഞു. ഇനി റോ 1 ഈസ് നോർത്ത് ഓഫ് റോ 2 ആൻഡ് റോ 2 ഈസ് നോർത്ത് ഓഫ് റോ 3. അതായത് അവസാനം റോ 3, അതിന്റെ മുകളിൽ റോ 2, അതിന്റെ മുകളിൽ റോ 1. ഇനി എന്താ? Similarly, first 4 persons from the east of row 2 are facing the persons in the row 3. 4 persons are okay. അടുത്തത് നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് അല്ലേ? അപ്പോൾ റോ 1, റോ 2, റോ 3. റോ 1 ഇവിടെ ആണെങ്കിൽ റോ 2, റോ 3. ഇനി അതിൽ റോ 2 4 persons from the west of row 2 are facing the 4 persons in the row 1. Similarly, 4 persons from the east of row 2 are facing the persons in the row 3. ഓക്കെ, സോൾവ് ചെയ്താലോ? അപ്പൊ 3 റോ എടുക്കണം അല്ലെ? 3 റോയില് 16 persons വരണം. ആദ്യത്തെ റോ 1 4 persons വരണം. 4 പേരും ഫേസിങ് സൗത്ത് ആണ്. അപ്പൊ ഞാൻ ആദ്യം റോ 1 കൊടുക്കുന്നുണ്ട്. 4 persons 1 2 3 4 4 persons കൊടുത്തു, ഫേസിങ് സൗത്ത് ആണ്. ഇനി എന്താടാ പറയുന്നത് അടുത്തത്? റോ 2 കേസ് അല്ലെ?
റോ 2 8 പേഴ്സൺസ് വരുന്നുണ്ട്. അതിൽ ഫ്രം ദ വെസ്റ്റ് ഫേസസ് നോർത്തും അടുത്ത ഫ്രം ദ ഈസ്റ്റ് ഫേസസ് സൗത്തും ആണ്. ദെൻ ഇവിടെ താഴെ ഒരു ഡീറ്റെയിൽ പറഞ്ഞത്, അതാ ഞാൻ റീഡ് ചെയ്ത് കാണിച്ചത്. എന്താ, ഈ റോ 2 ഫ്രം ദ ഈസ്റ്റ് വരുന്ന 4 പേഴ്സൺസ് ഫേസിങ് ദ പേഴ്സൺ ഇൻ റോ 1 അല്ലെ. അപ്പൊ ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഈ 4 പേഴ്സൺസും റോ 1 പേഴ്സൺസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന 4 പേഴ്സൺസും റോ 1 പേഴ്സൺസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന 4 പേഴ്സൺസും റോ 3 4 പേഴ്സൺസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി റോ 3 കംപ്ലീറ്റ്ലി ഫേസിങ് നോർത്ത് ആണ് അല്ലെ. ഇതെല്ലാം നമ്മൾ ഗിവൺ ഡേറ്റ എഴുതിയതാണ് കഴിഞ്ഞ സ്ലൈഡിൽ. അപ്പോൾ റോ 3 വരുന്ന 4 പേഴ്സൺസും കംപ്ലീറ്റ്ലി ഫേസിങ് നോർത്ത്. ഇത് റോ 1 ആണ്, ഇത് റോ 2, ഇത് റോ 3 ആണ്. ഇനി റോ 2 മാത്രമാണ് ഒരു ചെറിയ ഡിഫറൻസ് അല്ലേ. എന്താ, ഫസ്റ്റ് 4 പേഴ്സൺസ് ഫ്രം ദ വെസ്റ്റ് ഫേസസ് നോർത്ത്. അപ്പൊ വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ആദ്യത്തെ 4 പേഴ്സൺസ് ഫേസിങ് നോർത്ത് ആണ്. ദെൻ 4 പേഴ്സൺസ് ഫ്രം ദ ഈസ്റ്റ് ഓഫ് റോ 2 ഫേസിങ് എവിടെയാ, വെസ്റ്റ് ഫേസസ് നോർത്ത് ആണ്, ഈസ്റ്റ് ഫേസസ് സൗത്ത് ആണ്. ഈസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന 4 പേഴ്സൺസ് ഫേസിങ് സൗത്ത് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നമ്മളുടെ പ്ലേസിംഗ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാൻ ഈസിയാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിയേ. 4 persons are sitting between P and Q. Neither P nor Q sit at extreme ends. അപ്പൊ നോക്കിയേ, പിക്കും ക്യൂവിനും ഇൻ ബിറ്റ്വീനിൽ 4 പേഴ്സൺസ് വരണം. പക്ഷെ ഇവർ രണ്ടുപേരും തന്നെ, അതായത് എൻഡ് സൈഡ് എക്സ്ട്രീം എൻഡ്സിൽ വരത്തില്ല. അപ്പോൾ 4 പേഴ്സൺസ് വരണമെന്ന് പറയുമ്പോൾ തന്നെ മുകളിൽ 4 ഉള്ളൂ, താഴെയും മൂന്നാമത്തെ റോയിലും 4 ഉള്ളൂ. അപ്പൊ ഇവിടെ രണ്ടിടത്തും പിയും ക്യൂവും നമുക്ക് എന്തായാലും പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ മിഡിൽ റോയിൽ മാത്രമേ പിയും ക്യൂവും കൊടുക്കാൻ പറ്റൂ. പക്ഷെ അവിടെ എന്ത് വേണം, ഇവർക്കിടയിൽ 4 പേഴ്സൺസ് വരണം. അതായത് ഇവർ രണ്ടുപേരും എക്സ്ട്രീം എൻഡ്സിലും വരാൻ പാടില്ല. അപ്പോൾ ഒന്നുകിൽ ഇവിടെ പി ഓർ ക്യൂ 4 പേഴ്സൺസ് 1 2 3 4, ഇവിടെ പി ആർ ക്യൂ, ഈ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ അല്ലെ. ഇതിൽ പിക്കും ക്യൂവിനും ഉള്ള ഐദർ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇവർ 4 പേഴ്സൺസ് കൊടുത്ത് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റൂ. ഇനി എന്താ, ക്യൂ ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ക്യൂ ആരെയോ ഫേസ് ചെയ്തായിരിക്കുന്നത്, അയാൾ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ ആയിരിക്കണം. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ പിയും ക്യൂവും ഇവിടെയും പിയും ക്യൂവും നമുക്ക് പോസിബിലിറ്റി ആണ്. ഇവിടെ 6 വരാം, ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് 6 ഇരിക്കുന്ന പേഴ്സണിനെ ആയിരിക്കണം ക്യൂ ഫേസ് ചെയ്യേണ്ടത്. ഇവിടെയും വരാം, ഇവിടെയും വരാം. ഇനി എന്താ, 1 person സിറ്റ്സ് ബിറ്റ്വീൻ R and S. ഓക്കെ, 2 പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഇവിടെ പിയും ക്യൂവും ഇവിടെയും പിയും ക്യൂവും വരാം. ഇനി വേറൊരു പോസിബിലിറ്റി കൂടെ ഞാൻ വരയ്ക്കട്ടെ. ഇവിടെ 4 പേഴ്സൺസ് 1 2 3 4, 1 2 3 4 5. ഓക്കെ, ഇനി പിയും ക്യൂ അല്ലേ. ഇവിടെ പി കൊടുത്താൽ 4 പേഴ്സൺസ് 1 2 3 4, ഇവിടെ ക്യൂ കൊടുക്കണം. ഇനി ഈ കണ്ടീഷൻ ആണെങ്കിലോ, നമ്മൾ പോസിബിലിറ്റി വരച്ച സ്ഥിതിക്ക് ഇത് മാറ്റാമല്ലോ, തിരിച്ചു കൊടുക്കണം അല്ലേ. ഇവിടെ ക്യൂ കൊടുത്താൽ 4 പേഴ്സൺസ്, ഇവിടെ പി കൊടുക്കണം. ഇനി ക്യൂ ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ക്യൂ ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. ആറിൻ്റെ ഇമീഡിയറ്റ് റൈറ്റിൽ ഇരിക്കുന്ന പേഴ്സണെയാണ് ക്യൂ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഫേസ് ചെയ്യുന്ന പേഴ്സൺ ഇതാണെങ്കിൽ ഇയാൾ ആറിൻ്റെ ഇമീഡിയറ്റ് റൈറ്റിലായിരിക്കണം. അപ്പോൾ ഫേസിങ് സൗത്ത് ആയതുകൊണ്ട് തന്നെ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ എവിടെ കൊടുക്കാൻ പറ്റൂ, ഇവിടെ കൊടുക്കാൻ പറ്റൂ. ഇയാളുടെ ഇമീഡിയറ്റ് റൈറ്റ് ആണ് ഈ പേഴ്സൺ എന്ന് എടുക്കാൻ പറ്റും. ഇനി ഈ കണ്ടീഷനിലാണെങ്കിലോ, ഇത് ക്യൂ ഫേസ് ചെയ്യുന്ന പേഴ്സൺ ഇയാളാണ്, ഇയാൾ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അടുത്തെന്താ പറയുന്നത്,
1 person sits between R and S. അപ്പോൾ ആറിനും എസിനും ഇടയിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ആർ ഇവിടെയാണെങ്കിൽ എസ് ഇവിടെയായിരിക്കും. ഈ കണ്ടീഷനിലോ ആർ ഇവിടെയാണെങ്കിൽ എസ് ഇവിടെയായിരിക്കും. അതും കഴിഞ്ഞു. ഇനി എന്താ? ടി ആൻഡ് യു ആർ സിറ്റിംഗ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഈച്ച് അതർ. ടിയും യുവും ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. എവിടെ കൊടുക്കാൻ പറ്റൂ? ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് റോയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഈ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റൂ. ഇവിടെ റോ 1 and 2 കൊടുക്കാൻ പറ്റും. പോസിബിലിറ്റി ആണ്, ഇരിക്കട്ടെ. വേറെ എന്താ പറയുന്നത്? ടി ആൻഡ് ക്യു ആർ ഫേസിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എക്സ് സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വൈ ആൻഡ് ബോത്ത് ആർ ഫേസിംഗ് ഇൻ നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, എക്സ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വൈ വരണം, ബോത്ത് ആർ ഫേസിംഗ് നോർത്ത് ഡയറക്ഷൻസ് വരണം. അപ്പോൾ ഇവിടുത്തെ ഈ 4 അല്ലെങ്കിൽ ഈ 4 ഇവർ ഇത്രയും പേരല്ലേ നോർത്ത് ഫേസ് ചെയ്യുന്നുള്ളൂ, ഇതിലേ കൊടുക്കാൻ പറ്റൂ. ഇനി എന്താ? അതില് ഈ കണ്ടീഷൻ നോക്കിയടാ, ഇതിൽ കൊടുക്കാൻ പറ്റും അല്ലേ? അതായത് നമ്മളുടെ സെക്കൻഡ് കേസിൽ എക്സ് സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വൈ ആൻഡ് ബോത്ത് ആർ ഫേസിംഗ് നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ വൈയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ എക്സ് കൊടുക്കാൻ ഇവിടെ മാത്രമല്ലേ പറ്റത്തുള്ളൂ, ബോത്ത് ആർ ഫേസിംഗ് നോർത്ത് ഡയറക്ഷനും കൂടെ ആയതുകൊണ്ട് വൈയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ എക്സ് അവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്, അതായത് ഇവിടെയും ഇവിടെയും കൊടുക്കാം, താഴത്തേൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇനി എന്താ? വൈ ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ്. അപ്പോൾ വൈ ഒരാളെ ഫേസ് ചെയ്യുന്നുണ്ട്, അയാൾ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ആവണം. അപ്പോൾ വൈ ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ആണെങ്കിലോ ഈ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം വൈ ഫേസ് ചെയ്യുന്ന പേഴ്സൺ ഇയാളാണ്. ഇയാൾ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി തന്നെ ഇവിടെ നമുക്ക് ക്യാൻസലായി പോകുന്നു. അപ്പോൾ ഈ പോസിബിലിറ്റി നമുക്ക് മാറ്റിക്കളയാലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ടിയും ക്യൂവും ഒരേ ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ടിയും ഫേസിങ് നോർത്ത് ആണ് ഈ കണ്ടീഷൻ വെച്ചിട്ട്. അപ്പോൾ ടി ഫേസസ് നോർത്ത് എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുന്നത് സൈഡിൽ എഴുതി വെക്കണമല്ലോ. അപ്പോൾ ടി ഫേസസ് നോർത്ത് എന്ന് എഴുതി. വൈ ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ്. അപ്പോൾ വൈ ഫേസ് ചെയ്യുന്ന ആള് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ആവണം. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് ഫേസിംഗ് നോർത്ത് എക്സ്, അതായത് എക്സും വൈയും ഫേസിംഗ് നോർത്ത് ആണ്. എക്സ് സിറ്റ്സ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വൈ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വൈയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ എക്സ് കൊടുത്താൽ എക്സ് സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വൈ, വൈയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ എക്സ് കൊടുത്തു. ദെൻ ഈ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുവാണ്. ദെൻ വൈ ഫേസ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇത് ക്യാൻസൽ. അപ്പോൾ ഇവിടെ എക്സും വൈയും കൊടുക്കാൻ പറ്റത്തില്ല. അടുത്തതോ താഴത്തോട്ട് വരണം അല്ലേ? ഇവിടുത്തെ 4 എണ്ണത്തിൽ എക്സും വൈയും ഓരോന്നായിട്ട് കൊടുക്കണം. അപ്പം എക്സ് സിറ്റ്സ് ടു ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വൈ, വൈയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിൽ എക്സ് കൊടുത്തു. വൈ ഫേസസ് ദ പേഴ്സൺ ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ് ആണ്. ഇസറ്റിന്റെ സെക്കൻഡ് റൈറ്റിലാണ് വരുന്ന പേഴ്സൺ. അപ്പോൾ ഇസറ്റ് ഇവിടെ കൊടുത്താൽ ഇസറ്റിന്റെ സെക്കൻഡ് റൈറ്റിൽ വരുന്ന പേഴ്സൺ ഇവിടെ എടുക്കാൻ പറ്റും. വേറൊരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എക്സും വൈയും കൊടുത്തു കഴിഞ്ഞാൽ വൈ ഫേസസ് ദ പേഴ്സൺ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏതായി ആൻസർ? ഇതാണെന്നുള്ളത് ക്ലിയർ ആയി. എക്സും വൈയും ഇവിടെയാണെന്നുള്ളത് പ്ലേസ്. ഇനി എന്താ? യു ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വി. യു ആൻഡ് വി ആർ ഇമീഡിയറ്റ് നൈബേഴ്സ്. എൻ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം, ഹൂ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഒ, കെ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജെ. ഇനി നമ്മൾ തുടക്കത്തിൽ മിസ് ചെയ്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? 4 person സിറ്റിംഗ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ കൊടുത്തു. നെയ്തർ പി നോർ ക്യൂ സിറ്റ്സ് അറ്റ് എക്സ്ട്രീം എൻഡ് കൊടുത്തു. Q faces the one who sits immediate right of R കൊടുത്തു. 1 person sits between R and S കൊടുത്തു. T and U are sitting immediate right of each other എന്നുള്ളത്. ടിയും യുവും ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഈച്ച് അതർ ആണ്. അതായത് ടിയുടെ ഇമീഡിയറ്റ് റൈറ്റിൽ യു വരണം, യുവിൻ്റെ ഇമീഡിയറ്റ് റൈറ്റിൽ ടി വരണം. അപ്പോൾ അത് എവിടെയാണ് കൊടുക്കാൻ പറ്റൂ? ടിയുടെ ഇമീഡിയറ്റ് റൈറ്റിൽ യു വരണം, യുവിൻ്റെ ഇമീഡിയറ്റ് റൈറ്റിൽ ടി വരണം. ഈ ഒരു സാധ്യത മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് ടിയും യു, അതും കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ടി ആൻഡ് ക്യൂ ആർ ഫേസിങ് ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ അല്ലേ? ടി നോർത്താണ്, ക്യൂ നോർത്താണ്. ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. ഓക്കെ, ഇനി എന്താ? ഇത് കൊടുത്തു കഴിഞ്ഞു. വൈ ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് ദ ഇമീഡിയറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇസഡ്, അതും കൊടുത്തു കഴിഞ്ഞു. യു ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വി. വി ആൻഡ് ഡബ്ല്യു ആർ ഇമീഡിയറ്റ് നെയ്ബേഴ്സ്. അപ്പോൾ വിയും ഡബ്ല്യുയും ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? വിയും ഡബ്ല്യുയും. ഇതിലെവിടെയാ വി എവിടെയാ ഡബ്ല്യു എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സ്ഥലത്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി എന്താ വേറെ പറയുന്നത്? വി ആൻഡ് ഡബ്ല്യു ആർ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഇമീഡിയറ്റ് നെയ്ബേഴ്സ്. യു ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വി. അപ്പോൾ വിയുടെ തേർഡ് ലെഫ്റ്റ് ഒരു പേഴ്സൺ എടുക്കുന്നുണ്ടെങ്കിൽ 1 2 ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വി കൊടുത്താൽ മാത്രമേ വിയുടെ തേർഡ് ലെഫ്റ്റിൽ ഒരു പേഴ്സൺ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഡബ്ല്യു ആണ്. ഇനി വിയുടെ തേർഡ് ലെഫ്റ്റിൽ ഞാനൊരു പേഴ്സണിനെ എടുക്കുവാണെങ്കിൽ
വിയുടെ തേർഡ് ലെഫ്റ്റിൽ ഒരു പേഴ്സണിനെ എടുക്കുകയാണെങ്കിൽ 1 2 3 ഈ പേഴ്സൺ ആണ് അല്ലേ, ഇയാളാണ് വിയുടെ തേർഡ് ലെഫ്റ്റ് വരുന്ന പേഴ്സൺ. ഇനി എന്താ പറയുന്നത്, വി ആൻഡ് ഡബ്ല്യു ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ്, യു ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വി. അപ്പോൾ വിയുടെ തേർഡ് ലെഫ്റ്റ് വരുന്ന പേഴ്സണിനെ യു ഫേസ് ചെയ്യുന്നുണ്ട്, ഉണ്ട്. ഇനി എന്താ, വി ആൻഡ് ഡബ്ല്യു, ഓക്കെ, എൻ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം ഹൂ സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഒ. ഓയുടെ തേർഡ് റൈറ്റ് ഇരിക്കുന്ന ആൾ അല്ലേ എം ആണ്, ഓയുടെ തേർഡ് റൈറ്റ് ഇരിക്കുന്ന ആള് എം ആണ്. ദെൻ എൻ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം. അപ്പോൾ എം എന്ന് പറയുന്നത് ഓയുടെ തേർഡ് റൈറ്റ് വരണം, ദെൻ എമ്മിന്റെ സെക്കൻഡ് ലെഫ്റ്റില് എന്നും വരണം. അപ്പൊ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും, താഴത്തേൽ ഒരു സാധ്യതയില്ല. ഇനി ഇവിടെ എം കൊടുത്തു കഴിഞ്ഞാൽ എം തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഒ വരണം. 1 2 3 ഇല്ല, പറ്റത്തില്ല, ഓയുടെ തേർഡ് റൈറ്റ് പറ്റത്തില്ല. ഇനി നോക്കിയേ, ഓക്കെ, എം തേർഡ് ടു ദ 1 2 3, ഓക്കെ, തേർഡ് ടു ദ റൈറ്റ് ഇവിടെ കൊടുക്കാം അല്ലേ, ഓയുടെ തേർഡ് റൈറ്റ് 1 2 3 തേർഡ് ടു ദ റൈറ്റ് ഓഫ് ഒ കൊടുക്കാൻ പറ്റും. ദെൻ ഇനി എന്താ പറയുന്നത്, എൻ സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എം, എമ്മിന്റെ സെക്കൻഡ് ലെഫ്റ്റിൽ എൻ വരണം. എവിടെ കൊടുക്കാൻ പറ്റുമോ, ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ, തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ. ഇവിടെ ഒ കൊടുത്താൽ ഓയുടെ തേർഡ് റൈറ്റില് അല്ലേ, ഓയുടെ തേർഡ് റൈറ്റില് എം, ഈ റൈറ്റ് സൈഡ് ഇപ്പുറത്തല്ലേ 1 2 3, എം ഇവിടെ കൊടുക്കാം. എമ്മിന്റെ സെക്കൻഡ് ലെഫ്റ്റില് എൻ 1 2 എൻ ഇവിടെയും കൊടുക്കാം. ഫിക്സ് ചെയ്യാൻ പറ്റിയല്ലോ. ഇനി എന്താ പറയുന്നത്, കെ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജെ, കെ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജെ, കെയുടെ സെക്കൻഡ് റൈറ്റില് ജെ വരണം. കെ എടുത്താൽ അതിന്റെ സെക്കൻഡ് റൈറ്റിൽ ജെ കൊടുക്കണം. എവിടെ കൊടുക്കാൻ പറ്റൂ, ഇവിടെ കെ കൊടുത്താൽ ഇയാളുടെ സെക്കൻഡ് റൈറ്റിൽ ജെ ഇവിടെ കൊടുക്കാൻ പറ്റും. കഴിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ സീറ്റിംഗ്. ക്ലിയർ ആണോടാ? ഇത് അത്യാവശ്യം ടഫാണ്, ഓരോ ആളായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാം. കാരണം അധികം കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ഇല്ല അല്ലേ, കാണാൻ ഒരു ചെറിയ പസിൽ പോലെയാണ്, ചെറിയ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെയാണ് ഇരിക്കുന്നത്. അധികം നമുക്ക് കാണാനുള്ള കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് റീഡ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതായിരുന്നു നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഫൈനലി നമുക്ക് വന്നിട്ടുള്ള നമ്മളുടെ ആൻസർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്തപ്പോഴും കിട്ടിയത് അല്ലേ. ഇനി എന്താ ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കണം, ആൻസർ പറയണം. ഹു അമോങ് ദ ഫോളോയിങ് സിറ്റ്സ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് കെ എന്നാ പറയുന്നത്. കെയുടെ ഇമീഡിയറ്റ് റൈറ്റിലുള്ള പേഴ്സൺ ആരാ, കെ എവിടെ ഇരിക്കുന്നു, കെയുടെ ഇമീഡിയറ്റ് റൈറ്റ് ഫേസിങ് സൗത്ത് ആയതുകൊണ്ട് തന്നെ ഇമീഡിയറ്റ് റൈറ്റുള്ള പേഴ്സൺ ആരാ, എസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി എസ് ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹൂ ഈസ് ഫേസിങ് വൈ. അപ്പോൾ വൈ ഫേസ് ചെയ്യുന്ന ആളുടെ വിത്ത് റെസ്പെക്ട് ടു എമ്മിന്റെ പൊസിഷൻ അല്ലെ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹൂ ഈസ് ഫേസിങ് വൈ. അപ്പോൾ വൈ ഫേസ് ചെയ്യുന്ന ആളാരാ, ഓ ആണ്. ഇയാളിൽ നിന്ന് എം എടുക്കുമ്പോൾ ഇയാൾ ഫേസിങ് സൗത്ത് ആയതുകൊണ്ട് തന്നെ 1 2 3 തേർഡ് ടു ദ റൈറ്റ് ആണ് അല്ലേ. ഓക്കെ, അടുത്തതോ. ഓക്കെ, 4 ഓപ്ഷനേ ഉള്ളൂ അല്ലേ. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹൂ ഈസ് ഫേസിങ് വൈ. അപ്പോൾ വൈ ഫേസ് ചെയ്യുന്ന ആളെ, ഓക്കെ ക്വസ്റ്റ്യൻ മാറിയതാ. ഓക്കെ, വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ. നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി ഈസ് സെയിം ആസ് ദി റൈറ്റ് ഓഫ് എക്സ്. അപ്പോൾ ലെഫ്റ്റ് ഓഫ് ടി, നമ്പർ ഓഫ് പേഴ്സൺ സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 3 persons അല്ലേ. ഇതേ തന്നെ ആയിരിക്കണം റൈറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആണോ റൈറ്റ് ഓഫ് എക്സ്? കറക്റ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. Then M faces the one who sits second to the left of S. എസിന്റെ സെക്കൻഡ് ലെഫ്റ്റിലുള്ള ഒരാളെയാണ് എം ഫേസ് ചെയ്യുന്നത്. അതല്ലേ പറയുന്നത്. എസിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആണെങ്കിലോ 1 2, ഇയാളെയാണോ എം ഫേസ് ചെയ്യുന്നത്? അതെ. അപ്പൊ ഈ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി തേർഡ് നോക്കിയേ, only one person is sitting between T and O. അപ്പോൾ ടിക്കും ഒയ്ക്കും ഇടയിൽ ഒരു പേഴ്സൺ തന്നെയാണ്. ദെൻ അടുത്തെന്താ പറയുന്നത്, ഹൂ ഫേസസ് ഡബ്ല്യു. ആ ഒരു പേഴ്സൺ ഡബ്ല്യുയാ ഫേസ് ചെയ്യുന്നത്, അല്ല ആ പേഴ്സൺ എക്സിനെയാ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് കൺക്ലൂഷൻ അഥവാ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ബോത്ത് 1 and 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്ന് പറയുന്നത്. ഏതാണ് ട്രൂ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബോത്ത് 1 and 2 ആണ്. Okay, 4 of the following 5 are alike in a certain way and hence form a group. Which one of the following does not belongs to that group? അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു റിലേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൂപ്പിൽ പെടാത്ത ഒരു ഓപ്ഷൻ, അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ വൈയും എന്നും നോക്കിയേ ഈ ഗ്രൂപ്പിൽ പെടുന്നുണ്ടോ എന്ന് നോക്കാം. വൈ എവിടെ ഇരിക്കുന്നു? ഒയ് ഇതായിരിക്കുന്നു,
എൻ എവിടെയാ? എൻ ഇവിടെ ഇരിക്കുന്നു. വേറെ അടുപ്പിച്ചുള്ള ബന്ധമൊന്നുമില്ല, പക്ഷെ വൈ ഫേസസ് നോർത്ത് ആണ്, എന്നും ഫേസസ് നോർത്ത് ആണ്. ഇരിക്കട്ടെ. ജെയും ക്യൂവും ചെക്ക് ചെയ്താലോ? ജെ നോക്കുന്നുണ്ട്, ജെ ഫേസസ് സൗത്ത് ആണ്, ക്യൂ ഫേസസ് നോർത്ത് ആണ്. തിരിഞ്ഞു വന്നു അല്ലേ? ഓക്കെ. പിയും ഇസഡും നോക്കിയാലോ? പി ഫേസസ് സൗത്ത് ആണ്, ഇസഡ് ഫേസസ് സൗത്ത് ആണ്. അപ്പോൾ ഒരേ ഡയറക്ഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കണക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ജെയും ക്യൂവും അതിൽ ഡിഫറെൻ്റ് ആയി അല്ലേ? ജെ ഫേസസ് നോർത്തും ജെ ഫേസസ് സൗത്തും ക്യൂ ഫേസസ് നോർത്തുമാണ് അല്ലേ? അതവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി യുവും ഓയും നോക്കിയാലോ? യു ഫേസസ് സൗത്ത്, ഒ ഫേസസ് സൗത്ത് ആണ്. ടി ആൻഡ് വി നോക്കിയാലോ? വി ഫേസസ് നോർത്ത്, ടി ഫേസസ് നോർത്ത് ആണ്. അപ്പം നമ്മളുടെ ഇവിടെ ഡിഫറായ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ബി ജെ ആൻഡ് ഒ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ. അടുത്തതും നമ്മളുടെ ഒരു പസിൽ സെറ്റ് ആണ്. സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. 8 പേഴ്സൺസും തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ അൺസർട്ടൈൻ വരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വലിയ ടഫ് അല്ല. 8 പേഴ്സൺസ് വരെ തന്നിട്ടുണ്ട്. ഇനി എന്താ അവർ എക്സ്ട്രാ ഡീറ്റെയിൽസ് പറയുന്നത്? ഒരു വേരിയബിൾ കൂടെ, അതായത് ഒരു കാര്യം കൂടെ അവർ ഓരോ സബ്ജക്ട്സും പഠിച്ചത്, ദെൻ എക്സ്ട്രാ വീണ്ടും ഒന്നുകൂടെ എന്താ അവരുടെ മാർക്കും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട സാധനം, അതായത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഡീറ്റെയിൽസ് ഞാൻ വായിക്കുകയാണെങ്കിൽ 8 പേഴ്സൺസ് ആരൊക്കെയാ? എ തൊട്ട് എച്ച് വരെയാണ്. ഫേസിങ് സെൻറ്റർ ആണ്. 4 ഓഫ് ദം ആർ അവേ ഫ്രം ദ സെൻറ്റർ ആണ്. സോറി, അപ്പോൾ എല്ലാവരും ഒരേ ഡയറക്ഷൻ അല്ല. 4 ആൾക്കാർ സെൻറ്റർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ അവേ ഫ്രം ദ സെൻറ്റർ ആണ് ഫേസ് ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദം ഗിവൺ ഡിഫറെൻറ്റ് സബ്ജക്ട് ടെസ്റ്റ്, അതായത് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിൽ ടെസ്റ്റ് നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാ? റീസണിങ് തൊട്ട് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, അക്കൗണ്ട്, GA, ഇംഗ്ലീഷ്, ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി ആണ്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് മാർക്സും കിട്ടിയിട്ടുണ്ട്. 35 മുതൽ 49 വരെയുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ട്. ദ അഡ്ജസെന്റ് നമ്പർ ഡസ് നോട്ട് ഫേസ് ദ അഡ്ജസെന്റ് മെമ്പേഴ്സ് ഡു നോട്ട് ഫേസ് ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ അടുപ്പിച്ചുള്ള ആൾക്കാർ ഒരേ ഡയറക്ഷൻ അല്ല, അതായത് അടുത്തിരിക്കുന്ന ആൾ നോർത്ത് ആണ്, ഇൻസൈഡ് ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വരുന്ന ആൾ ഔട്ട് സൈഡ് ആയിരിക്കും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം പറ്റും. ഒരാളുടെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സർക്കിൾ ഫുള്ളി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി എന്താ പറയുന്നത്? അടുത്ത് നമ്മളുടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഞാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മാർക്ക് ജസ്റ്റ് ഒന്ന് സൈഡിൽ എഴുതി വെക്കുന്നു. 35, 36 ആ ഓർഡർ അനുസരിച്ച് തന്നെ എഴുതുന്നു. 38, 40 കാണാൻ പറ്റുന്നുണ്ടല്ലോ. 40, 42, 45, 48, 49 ഇത്രയും മാർക്കുകളാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇത്രയും മാർക്കുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എന്താ പറയുന്നത്? നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ, അഡ്ജസെന്റ് മെമ്പേഴ്സ് ഡു നോട്ട് ഫേസ് ദ സെയിം ഡയറക്ഷൻ, ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻ 40 മാർക്സ് ഗീവ്സ് റീസണിങ് ടെസ്റ്റ്. അപ്പം 40 മാർക്ക് കിട്ടിയ ആൾക്ക് റീസണിങ്ങിന്റെ ടെസ്റ്റ് ആയിരുന്നു. ഞാൻ റീസണിങ് ഇത്രയും മാത്രമേ എഴുതുന്നുള്ളൂ. റീസണിങ്ങിന്റെ ടെസ്റ്റ് ആയിരുന്നു. സിമ്പിളായിട്ട് എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസണിങ്ങിന്റെ ടെസ്റ്റ് ആണ്. ആൻഡ് ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി. അപ്പം ഞാനിപ്പോൾ സർക്കുലർ സീറ്റിംഗ് സർക്കിൾ കൊടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഇനി റീസണിങ്ങിന്റെ ടെസ്റ്റ് എഴുതിയ ആൾക്ക് 40 മാർക്കാണ്. അയാൾ സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി ആണ്. അപ്പോൾ സി ഞാൻ ഫേസിങ് സെൻറ്ററും വരാം, സിക്ക് ഫേസിങ് ഔട്ട് സൈഡും വരാം അല്ലേ? 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ ഫേസിങ് സെൻറ്റർ ആണ് സി എന്ന് എടുത്താൽ വേറെ എന്തെങ്കിലും കണക്റ്റിംഗ് ഉണ്ടോ എന്ന് നോക്കി ഡയറക്ഷൻ പറയുന്നത്. വേറെ ഒന്നുമില്ല. ഞാനപ്പോൾ സി ജസ്റ്റ് ഫേസിങ് സെൻറ്റർ എടുത്തു. സിയുടെ 40 മാർക്സ് സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് സി. സിയുടെ തേർഡ് റൈറ്റിൽ പേഴ്സൺ ഹു ഗെറ്റിംഗ് റീസണിങ് 40 മാർക്ക്. അപ്പോൾ ഇവിടെയാണ് റീസണിങ് ടെസ്റ്റ് എഴുതിയ ആൾ. അയാൾക്ക് 40 മാർക്കും കിട്ടിയിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇയാൾ സെൻറ്റർ ആണെങ്കിൽ നമുക്ക് ഈ സർക്കുലർ സീറ്റിംഗ് അനുസരിച്ച് ഇയാൾ ഔട്ട് സൈഡ്, ഇയാൾ സെൻറ്റർ, ഇയാൾ ഔട്ട് സൈഡ്, ഇയാൾ സെൻറ്റർ, ഇയാൾ ഔട്ട് സൈഡ്, ഇയാൾ സെൻറ്റർ, ഇയാൾ ഔട്ട് സൈഡ്, ഇങ്ങനെ വരണം. ഇനി ഒരു പോസിബിലിറ്റി കൂടെ ഇല്ലേ? ഉണ്ട്. ആ ഒരു പോസിബിലിറ്റി കൂടെ ഞാൻ വരയ്ക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8. സോറി, ഫേസിങ് ഔട്ട് സൈഡ് സി കൊടുക്കണം അല്ലേ? ഓക്കെ, സി ഫേസിങ് ഔട്ട് സൈഡ് കൊടുക്കുന്നുണ്ട്. ഇയാളുടെ തേർഡ് ടു ദ റൈറ്റ് അല്ലേ? സിയുടെ തേർഡ് ടു ദ റൈറ്റിലാണ് റീസണിങ്ങിൽ 40 മാർക്സ് എടുത്ത പേഴ്സൺ വരുന്നത്. ഇയാളുടെ തേർഡ് ടു ദ റൈറ്റ് 1, 2, 3 തേർഡ് ടു ദ റൈറ്റിൽ റീസണിങ്ങിന് 40 മാർക്സ് എടുത്ത പേഴ്സണും വരുന്നുണ്ട്. ഇവിടെയും ഡയറക്ഷൻസ് കൊടുക്കാമല്ലോ, കാരണം അഡ്ജസന്റ് പേഴ്സൺസ് ഡു നോട്ട് ഫേസിങ് സെയിം ഡയറക്ഷനാണ്.
അപ്പോൾ ഇയാൾ ഔട്ട്സൈഡ് ആണെങ്കിൽ ഇയാൾ ഇൻസൈഡ് ആണ്, ഇയാൾ ഔട്ട്സൈഡ് ആണ്, ഇയാൾ ഇൻസൈഡ് ആണ്, ഔട്ട്സൈഡ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഇൻസൈഡ്. 2 പോസിബിലിറ്റി കൊടുത്തു. ഇനി എന്താ പറയുന്നത്? The person who gives politics test obtained 42 marks and sit opposite to A who obtained 40 marks. അപ്പോൾ 40 marks obtained ചെയ്ത ആളാണ് A. 40 marks obtained ചെയ്ത ആൾ ഏതാ? അയാളാണ് റീസണിങ് ടെസ്റ്റ് എഴുതിയത് അല്ലേ? അയാൾക്കാണ് 40 മാർക്ക് കിട്ടിയത്, അയാളാണ് A. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? റീസണിങ്ങിനാണ് റീസണിങ് സബ്ജക്റ്റ് എഴുതിയ ആ 40 മാർക്ക് കിട്ടിയ ആളാണ് A എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇതാണ് A. ഇത് A ആണെങ്കിൽ നമുക്ക് എവിടെ കൊടുക്കണം? റീസണിങ് വരുന്ന പാർട്ടിലെല്ലാം A കൊടുക്കണം. കൊടുത്തു. വേറെ എന്താ കണക്ഷൻ പറയുന്നത്? ഇയാളുടെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ദ പേഴ്സൺ ഹൂ ഗിവ്സ് പൊളിറ്റിക്സ് ടെസ്റ്റ് ഒബ്റ്റെയിൻഡ് 42 മാർക്സ്. അപ്പം 42 മാർക്ക് കിട്ടിയ ആൾക്ക് പൊളിറ്റി ആണ് ടെസ്റ്റ്. ദെൻ അയാൾ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു എ. എക്ക് ഓപ്പോസിറ്റ് ആണ് പൊളിറ്റിക്സ് 42 മാർക്ക് കിട്ടിയ ആളിരിക്കുന്നത്. അപ്പോൾ എക്ക് ഓപ്പോസിറ്റ് പൊളിറ്റിക്സ് 42 മാർക്ക് കിട്ടിയ ആൾ. ഇവിടെയും അതുപോലെ തന്നെ എക്ക് ഓപ്പോസിറ്റ് ഇവിടെ വരും, പൊളിറ്റിക്സ് 42 മാർക്ക് കിട്ടിയ ആൾ. കൊടുത്തു കഴിഞ്ഞല്ലോ. യെസ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഓക്കെ, ബി ആൻഡ് സി ആർ നൈബേഴ്സ് ഓഫ് എച്ച്. ബിയും സിയും എച്ചിന്റെ നൈബേഴ്സ് ആണ്. അപ്പൊ നോക്കിയടാ, ഇനി അടുത്തൊരു വാക്ക് കൂടെ പറയുന്നുണ്ട്. ബി അബ്റ്റെയിൻ 35 മാർക്സ് ആൻഡ് ഫേസിംഗ് ടുവേർഡ്സ് ദ സെന്റർ. അപ്പോൾ 35 മാർക്ക് കിട്ടിയത് ആർക്കാ? ബിക്കാണ്. ദെൻ ഹീസ് ഫേസിംഗ് ടുവേർഡ്സ് ദ സെന്റർ ആണ്. അപ്പോൾ ബിയുടെയും സിയുടെയും നെയ്ബർ ആണ് എച്ച്. അതായത് ബിക്കും സിക്കും ഇൻ ബിറ്റ്വീനിൽ എച്ച് വരണം. ബി ഫേസിംഗ് ടുവേർഡ്സ് നോർത്ത് അല്ല, ടുവേർഡ്സ് സെന്റർ. ബി ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ വരണം. അപ്പോൾ ബി ഇവിടെ കൊടുക്കാം, സി എച്ച് കൊടുക്കാം. ബി ഫേസിംഗ് ടുവേർഡ്സ് സെന്റർ ആണ്, ബി ഇവിടെയും കൊടുക്കാം. 2 സാധ്യതയുണ്ട്, ബി ഇവിടെയും വരാനുള്ള സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ബി നോക്കിയേ, ബി ഫേസിംഗ് സെന്റർ വരണം സിക്കും എച്ചിനും ഇടയിൽ. ഇവിടെ പറ്റുമോ? ഇല്ല. ഒന്നുകിൽ ബി ഇവിടെ വരണം, അല്ലെങ്കിൽ ബി ഇവിടെ വരണം. പക്ഷെ എന്തുണ്ട്? ബി ഫേസിംഗ് ടുവേർഡ്സ് ദ സെന്റർ ആണ്. ഇത് രണ്ടും ഫേസിംഗ് അവേ ഫ്രം ദ സെന്റർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ, അതായത് ഈ പോസിബിലിറ്റി തന്നെ നമുക്കിവിടെ ഇല്ലാണ്ടായി. ഈ പോസിബിലിറ്റിയുടെ തന്നെ ആവശ്യം ഇല്ലാണ്ടായി. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പൊ കിട്ടിയതിനെ ഞാനൊരു പോസിബിലിറ്റി ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെ 2 കേസസ് കിട്ടിയല്ലോ, 5, 6, 7, 8. ഓക്കെ, സി ഫേസിംഗ് സെന്റർ ആണ്, അത് കിട്ടി. ഇവിടെ പൊളിറ്റിക്സ് 42. ദെൻ ഇവിടെ എ ഫേസിംഗ് സെന്റർ, ഫേസിംഗ് അവേ, സെന്റർ അവേ. ഇവിടെ റീസണിങ് എ ആണ്, 40 മാർക്സ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ബീനെ ഫിക്സ് ചെയ്യാം. ഞാൻ ഒരു കേസിൽ ബി ഇവിടെയാണെന്നും ഒരു കേസിൽ ബി അപ്പുറത്താണെന്നും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കേസ് കൂടെ വരച്ചത്. അപ്പോൾ ഇവിടെ ബി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്സ് എച്ചിന് കിട്ടിയെന്ന് വരും. അതല്ലെങ്കിൽ ഇവിടെ ബി കൊടുത്താൽ ഇവിടെ എച്ച് വരും. ഇനി എന്താ, ബിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാ പറയുന്നത്? ബിക്ക് 35 മാർക്ക് ഉണ്ട്. അപ്പോൾ ബിക്ക് 35 മാർക്ക് കൊടുക്കാം. ഇവിടെയും ബിക്ക് 35 മാർക്ക് കൊടുക്കാം. സബ്ജക്റ്റ് അറിയത്തില്ല, അത് നമുക്ക് കൊടുക്കാം. ഇനി എന്താ പറയുന്നത്? The person who gives cont and GA are sitting opposite to each other. അപ്പോൾ കോണ്ട് എക്സാമും GA എക്സാമും എഴുതിയ ആൾക്കാർ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 2 പേഴ്സണിനെയും കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാ? ഇവിടെ കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഒരുപാട് പോസിബിലിറ്റി ഉണ്ടല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത് ഇതുവരെയാ, ഈ സ്റ്റേറ്റ്മെന്റ് വരെ നമ്മൾ ഫില്ല് ചെയ്ത്. ഓക്കെ, ഇവിടെ ബി ഒബ്റ്റെയിൻ 36 മാർക്സ് ആൻഡ് ഗിവ്സ് എക്കണോമിക്സ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബി എഴുതിയ ടെസ്റ്റ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ബിയുടെ എക്സാം എക്കണോമിക്സ് എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. ബിയുടെ എക്സാം എക്കണോമിക്സ് എന്നുള്ളതും കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. an immediate neighbor of A. Economics test and he is an immediate neighbor. Sorry, ഇത് അടുത്തതാണോ? ഓക്കെ, ബി ഫേസിംഗ് ടുവേർഡ്സ് ദ സെന്റർ. ഓക്കെ, അത് ഡി യെ കുറിച്ച് പറയുന്നതാണ്. ഡി ഹൂ ഒബ്റ്റെയിൻഡ് 36 മാർക്ക്. ഓക്കെ, ഡി ആണ് 36 മാർക്ക് എക്കണോമിക്സ് ടെസ്റ്റ് എഴുതുന്നത് അല്ലേ? ഓക്കെ, ഡി ആണ് 36 മാർക്ക് എക്കണോമിക്സ് ടെസ്റ്റ്. ഓക്കെ, അത് കൊടുക്കാം. ഡി 36 മാർക്ക് എക്കണോമിക്സ്. അപ്പോൾ 36 മാർക്സ് എടുത്ത ആൾക്ക് എക്കണോമിക്സ് എക്സാം ആണ്, അത് ഡി ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ആരുടെ നൈബർ എന്നാ പറയുന്നത്? ആൻഡ് ഹി ഈസ് എൻ ഇമീഡിയറ്റ് നൈബർ ഓഫ് എ. എയുടെ ഇമീഡിയറ്റ് നൈബർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഡി, അയാൾക്ക് 36 മാർക്ക് എക്കണോമിക്സ് എക്സാം.
ഓക്കെ, അതുപോലെ തന്നെ എയുടെ ഇമീഡിയറ്റ് നെയ്ബർ ആണ് ഡി. അയാൾക്ക് 36 മാർക്ക് എക്കണോമിക്സ് എക്സാം ആണ്. ഇവിടെയും സാധ്യതയുണ്ട് ഡിക്ക്, ഇവിടെയും സാധ്യതയുണ്ട്. ഇരിക്കട്ടെ, ഒരു പോസിബിലിറ്റി കൂടെ പോകുമ്പോൾ വീണ്ടും ടൈം കൺസ്യൂമിങ് അല്ലേ, നമുക്ക് അവിടെ നിർത്തിയേക്കാം. ദെൻ അടുത്തെന്താ പറയുന്നത്, എഫ് ഹു ഗീവ്സ് GA ടെസ്റ്റ് ഡസ് നോട്ട് സിറ്റ് അഡ്ജസൻറ്റ് ടു ബോത്ത് ബി ആൻഡ് ഇ ആൻഡ് ഹി ഡസ് നോട്ട് ഒബ്റ്റെയിൻ ഹയസ്റ്റ് മാർക്ക്. ബിക്കും ഇക്കും അഡ്ജസൻ്റ് ആയിട്ട് ഈ പറയുന്ന ആര് വരത്തില്ല, എഫ് വരത്തില്ല, അയാൾക്ക് ഹയസ്റ്റ് മാർക്കും കിട്ടിയിട്ടില്ല. അതായത് 49 മാർക്കിൽ എഫ് ഒരിക്കലും വരത്തില്ല. ഓക്കെ, അടുത്തത് ആ പേഴ്സൺ ഗീവ്സ് കോണ്ട് ടെസ്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് 45 മാർക്ക്. അപ്പോൾ 45 മാർക്ക് കിട്ടിയ ആൾ എഴുതിയത് കോണ്ട് എക്സാം ആണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? The person who obtained 38 mark is sitting opposite to the one who gives English test. അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയ ആള് 38 മാർക്ക് എടുത്ത ആളുടെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും 38 മാർക്കിൽ നമുക്ക് ഇംഗ്ലീഷ് എക്സാം വരത്തില്ല. അടുത്തത് one who given English test obtained more marks than the one who given GA test. അപ്പോൾ GA ടെസ്റ്റ് എഴുതുന്ന ആളെക്കാളും കൂടുതൽ മാർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയ ആൾക്ക് കിട്ടണം. അപ്പോൾ ഇവിടേക്ക് കൊടുക്കാം GAയും ഇംഗ്ലീഷും, അല്ലെങ്കിൽ ഇവിടെയും ഇംഗ്ലീഷ് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ കണക്ട് ചെയ്യാനായിട്ട്? എഫ് ഗിവ്സ് GA ടെസ്റ്റ്. കോണ്ട് ആൻഡ് GA ആർ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, കോണ്ടിന് 45 മാർക്കാണ്, അയാൾ GAക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടെ കൊടുക്കാൻ പറ്റും? കോണ്ട് GA ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. 35 മാർക്സ് GA കോണ്ട്. ഓക്കെ ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഇവിടെ എഫ് വരത്തില്ല. ഇനി നോക്കിയേ, ഓക്കെ, എഫ് ഗിവ്സ് GA ടെസ്റ്റ് ബോത്ത് ബി ആൻഡ് ദ പേഴ്സൺ ഹു ഗേവ് കോണ്ട് ടെസ്റ്റ് obtained 45 മാർക്സ്. ദ പേഴ്സൺ ഹു obtained 38 മാർക്സ് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ദ വൺ ഹു ഗിവ്സ് ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുന്ന ആൾക്ക് ഓപ്പോസിറ്റിൽ 38 മാർക്ക് കിട്ടുന്ന പേഴ്സൺ വരണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ സാധ്യതയിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുന്ന ആൾക്ക് ഓപ്പോസിറ്റിൽ 38 മാർക്ക് കിട്ടുന്ന പേഴ്സൺ വരണം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ടെസ്റ്റ് കൊടുക്കാം, ഓപ്പോസിറ്റിൽ 38 മാർക്ക് കിട്ടുന്ന പേഴ്സൺ കൊടുക്കാം, ഇവിടെയും കൊടുക്കാം അല്ലേ. ഇനി ഇവിടെയോ? ഇവിടെ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ ഈ സാധ്യത ഇല്ല. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിലും ഓപ്പോസിറ്റ് 38 മാർക്ക് കിട്ടുന്ന പേഴ്സൺ കൊടുക്കണം. പക്ഷേ ബിക്ക് 35 മാർക്സ് ആണ്. ദെൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയ ആള് ഓപ്പോസിറ്റ് ടു the person who obtained 38 mark is sitting opposite to one who get English test. അപ്പോൾ ഓക്കെ, ഇംഗ്ലീഷിന് ഇവിടെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, കാരണം ഹയസ്റ്റ് മാർക്ക് GAയെക്കാളും ഹയസ്റ്റ് മാർക്കാണ് ഇംഗ്ലീഷിന് കിട്ടിയത് എന്നൊരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. GAയെക്കാളും ഹയസ്റ്റ് മാർക്കാണ് ഇംഗ്ലീഷിന് കിട്ടിയത്, അതല്ലേ നമ്മളുടെ ഒരു കണ്ടീഷൻ. ഇംഗ്ലീഷ് ടെസ്റ്റ് obtained more marks than one who has given GA ടെസ്റ്റ്. അപ്പോൾ GA ടെസ്റ്റ് എഴുതിയ ആളെക്കാളും കൂടുതൽ മാർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ GA കൊടുത്താൽ ഇവിടെ ഇംഗ്ലീഷ് ടെസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയ ആൾക്ക് 48 മാർക്കാണ്. അയാൾ ആരുടെ ഓപ്പോസിറ്റാണ് വരേണ്ടത്? 38 മാർക്ക് എടുത്ത പേഴ്സണിന്റെ ഓപ്പോസിറ്റ് വരണം. ഓക്കെ, അപ്പോൾ ഈ സാധ്യത കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ അല്ലേ. ഹച്ച് ഒബ്റ്റെയിൻഡ് എത്ര മാർക്ക് എന്നുള്ളതുണ്ടോ? Not necessarily in the same order. Economic test. F who gives GA test is not sit adjacent to both B and E. Okay, ബിക്കും ഇക്കും അഡ്ജസെന്റിൽ എഫ് വരാനും പാടില്ല. അപ്പോൾ എഫ് ഇവിടെയും വരത്തില്ല. ഇനി എവിടെയാണുള്ളത് നമ്മൾ പ്ലേസ് ചെയ്തില്ലല്ലോ, അപ്പോൾ അതും പറ്റത്തില്ല. ആൻഡ് ഹി ഡസ് നോട്ട് ഒബ്റ്റെയിൻ ഹയസ്റ്റ് മാർക്ക്. എഫിന് ഹയസ്റ്റ് മാർക്കും ഇല്ല. ഓക്കെ, ഹയസ്റ്റ് മാർക്ക് നമുക്ക് 49 ആണ്, അതും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ അബ്റ്റൈൻഡ് മാർക്സ് ഇത് മിസ് ചെയ്തല്ലോ. ഈ അബ്റ്റൈൻഡ് മാർക്സ് ഓൺലി മോർ ദാൻ 2 ഫ്രണ്ട്സ്. അപ്പോൾ 2 ആൾക്കാരെക്കാളും കൂടുതലായിട്ട് മാത്രമേ ഇക്ക് മാർക്കുള്ളൂ. അപ്പോൾ 1, 2 ഇവിടെയല്ലേ ഈ വരേണ്ടത്. അപ്പോൾ ഇക്കാണ് 45 മാർക്ക് കിട്ടിയത്. കോണ്ട് സെക്ഷൻ ഇക്കാണ് 45 മാർക്ക് കിട്ടിയത്. അപ്പോൾ ഈ അബ്റ്റൈൻഡ് ദ മാർക്സ് ഓൺലി മോർ ദാൻ 2 ഫ്രണ്ട്സ് ആൻഡ് ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ സെക്കൻഡ് ലെഫ്റ്റിലായിരിക്കണം ഈ വരേണ്ടത്. ബി എടുക്കുന്നു, ബിയുടെ സെക്കൻഡ് ലെഫ്റ്റ് എടുക്കുന്നു. ബി ഫേസിങ് ഇൻസൈഡ് ആണ്. അപ്പോൾ ഇയാളുടെ സെക്കൻഡ് ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഈ വരണം. ഈ സാധ്യതയിൽ കൊടുക്കാൻ പറ്റുമോ? ഈ പോസിബിലിറ്റിയിൽ ഇല്ല. ഇനി ഇവിടെ ബി എടുത്താൽ ബിയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ഈ വരണം. ബിയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ഈ കൊടുക്കാനോ? 1, 2 കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. E who obtained the marks only more than 2 friends and is sitting second to the left of B. ബിയുടെ സെക്കൻഡ് ലെഫ്റ്റ്. ഓക്കെ, 1, 2 ഇവിടെ അല്ലേ ഈ കൊടുക്കാൻ പറ്റുക. E who is obtaining
എത്ര മാർക്ക്? 45 മാർക്സ് കോണ്ട് എക്സാം ആണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ കോണ്ട് ടെസ്റ്റ് ഇവിടെ ബിയുടെ സെക്കൻഡ് ദ ലെഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി ക്യാൻസൽ ആയി. അപ്പോൾ ഇതൊന്ന് മാത്രമായിട്ട് നമുക്ക് ഫൈനൽ കിട്ടി. ഇനി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഡി വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെയേ ഡി വരത്തുള്ളൂ അല്ലേ? ഇനി ഡിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? യെസ്, ഡിക്ക് 36 മാർക്സ് എക്കണോമിക്സ് ടെസ്റ്റ് ആണെന്നുണ്ട്. അപ്പോൾ അതും കൂടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി എന്തുണ്ട്? ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് കൊടുക്കാമല്ലോ. ഈ ഓപ്പോസിറ്റ് വരുന്ന കേസ് കോണ്ടും ജി എയും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ കോണ്ട് ഇവിടെ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ജി എ. അപ്പൊ സി ആണ് ജി എ ടെസ്റ്റ് എഴുതുന്നത് എന്ന് കൊടുക്കാം. കോണ്ടും ജി എയും ഓപ്പോസിറ്റ് ആണ്. ഇനി വേറെ ഏത് കൊടുക്കാൻ പറ്റും? വേറെ ഇനി കൊടുക്കാൻ പറ്റുന്നത് വേറൊന്ന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നല്ലോ. എഫ് ഗീവ്സ് ജി എ ടെസ്റ്റ് ആൻഡ് ഈസ് നോട്ട് ഇറ്റ് അഡ്ജസന്റ് ടു ബോത്ത് ബി ആൻഡ് ഇ. അപ്പോൾ ഇനി ഈ ഇവിടെ വരത്തില്ല. ഈ ഇവിടെ വരത്തില്ലെങ്കിൽ ഇനി ഈ വരാനുള്ള സാധ്യത. ഓക്കെ, ഈ ഇവിടെ കൊടുത്തു, ബി ഇല്ല. ഓക്കെ, ഇനി വേറെ ഏതാ ഉള്ളത്? ഒരു ഓപ്പോസിറ്റ് കൂടെ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ടെസ്റ്റ് ഒബ്റ്റെയിൻഡ് മോർ മാർക്സ് ദാൻ ഓൺലി ജി എ ടെസ്റ്റ്. ഓപ്പോസിറ്റ് വേറെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻഡ് 38 മാർക്ക് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ദ പേഴ്സൺ ഹു ഒബ്റ്റെയിൻഡ് ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുന്ന ആളുടെ ഓപ്പോസിറ്റിലായിരിക്കണം 38 മാർക്ക് കിട്ടിയ പേഴ്സൺ വരേണ്ടത്. അപ്പോൾ 38 മാർക്ക് കിട്ടിയ പേഴ്സൺ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? സെൻറ്റർ ഫേസിങ് ഔട്ട്സൈഡ്. 38 മാർക്ക് കിട്ടിയ പേഴ്സൺ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും? അയാളും ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയ ആളും ഓപ്പോസിറ്റ് വരണം. അപ്പോൾ ഇതിൽ വേറെ സാധ്യതയില്ല. ഇവിടെ രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഇവിടെ ഇംഗ്ലീഷ് ഓർ 38 മാർക്ക് കിട്ടിയ പേഴ്സൺ, അല്ലെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ഓർ 38 മാർക്ക് കിട്ടിയ പേഴ്സൺ. പക്ഷേ ഇവിടെ നമുക്ക് എഫ് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഫ് കൊടുക്കണം. എഫ് കൊടുക്കണമെങ്കിൽ എഫിന് 38 മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ജി എയേക്കാൾ കൂടുതൽ മാർക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് ജി എയും ഇംഗ്ലീഷും ഇവിടെ ഒരു സാധ്യതയേ ഉള്ളൂ. അപ്പോൾ ഈ 38 മാർക്ക് കിട്ടിയ പേഴ്സണിനെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതൊരു പോസിബിലിറ്റി ഇരിക്കട്ടെ. ബാക്കി ഇനി മിസ്സായത് എന്ത് മാത്രമേ ഉള്ളൂ? ബിക്ക് 35 മാർക്സ് സബ്ജക്റ്റ് മാത്രം കൊടുക്കണം. സബ്ജക്റ്റ് ഏതായാലും നമ്മൾ മിസ് ചെയ്തത്? പൊളിറ്റിക്സ്, ഹിസ്റ്ററി ആണോ? ഓക്കെ, അപ്പോൾ ബിക്ക് ഹിസ്റ്ററി കൊടുക്കാം. അപ്പോൾ ഫില്ലായല്ലോ, നമ്മളുടെ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. ബിക്ക് നമുക്ക് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും. ഡീറ്റെയിൽസ് ഫില്ലായല്ലോ. മാക്സിമം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫില്ലായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, നോക്കിയാൽ നമ്മളുടെ ഫൈനൽ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഫും ജി എയും ഇ ഹിസ്റ്ററിയും സി 48 ഇംഗ്ലീഷും ഡി 36 എക്കണോമിക്സും എ 40 റീസണിങ്ങും ബി 35 ജോഗ്രഫി എച്ച് 42 പൊളിറ്റിക്സ് ജി 45 കോണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഫൈനൽ കേസ് അല്ലേ? ഫൈനൽ കേസ് നമുക്ക് ഫില്ലായി കിട്ടിയത്. അവിടെ ഇംഗ്ലീഷും ഓക്കെ 38 തമ്മിലുള്ള കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷും 38. ഓക്കെ ഓക്കെ, നോക്കിയേ. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹു ഒബ്റ്റെയിൻഡ് 40 മാർക്സ്. അപ്പോൾ 40 മാർക്സ് കിട്ടിയ ആളുടെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ജിയുടെ പൊസിഷൻ എവിടെയാണ് അല്ലേ? അപ്പോൾ 40 മാർക്സ് കിട്ടിയ ആൾ ഇയാളാണ്. ഇയാളെ കമ്പയർ ചെയ്യുമ്പോൾ ജിയുടെ പൊസിഷൻ എവിടെയാ? ജി വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നോക്കിയേ, 1 2 സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് അല്ലേ? സോറി, സെക്കൻഡ് ടു ദ റൈറ്റ് ആണ്. 1 2 സെക്കൻഡ് ടു ദ റൈറ്റ് ആണ്. ഫേസിങ് ഓക്കെ ഈ സൈഡ്. അപ്പോൾ ഔട്ട് സൈഡ് ഫേസിങ് ആണെങ്കിൽ ഈ സൈഡ് അല്ലേ ലെഫ്റ്റ് വരിക? അപ്പോൾ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനോ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹു ഗീവ്സ് ജോഗ്രഫി ടെസ്റ്റ്. അപ്പോൾ ജോഗ്രഫി ടെസ്റ്റ് എഴുതിയ ആളാരാ? ഇതായിരിക്കുന്നു. ഇയാളെ വെച്ച് നോക്കുമ്പോൾ എച്ചിന്റെ പൊസിഷൻ, എച്ച് എവിടെയാ വരുന്നത്? ഓക്കെ, ഇമീഡിയേറ്റ് റൈറ്റ് അല്ലേ? ഇമീഡിയേറ്റ് റൈറ്റ്. ഓപ്ഷൻ ഇ ഇമീഡിയേറ്റ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ദ വൺ ഹു ഒബ്റ്റെയിൻഡ് 36 മാർക്സ്. 36 മാർക്സ് കിട്ടിയ പേഴ്സൺ ഇതായിരിക്കുന്നു. ഇയാളുടെ സെക്കൻഡ് ടു ദ റൈറ്റ് ആരാ വരുന്നേ? ഹിസ്റ്ററി ഇ 38 മാർക്ക്. ഇ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ. ഹൂ സിറ്റ് ഓപ്പോസിറ്റ് ടു ദ വൺ ഹു ഗിവൺ എക്കണോമിക്സ് ടെസ്റ്റ്. അപ്പോൾ എക്കണോമിക്സ് ടെസ്റ്റ് എഴുതിയത് ആരാ? എക്കണോമിക്സ് ടെസ്റ്റ് എഴുതിയത് ഡി ആണ്. എക്കണോമിക്സ് ടെസ്റ്റ് എഴുതിയത് അയാളുടെ ഓപ്പോസിറ്റ് വരുന്ന പേഴ്സൺ ബി ആണ്. 35 മാർക്സ് കിട്ടിയത്. ഓക്കെ, ഓപ്ഷൻ സി. അപ്പോൾ നമ്മളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ 3 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ അത്യാവശ്യം നല്ല ടഫായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ
നമ്മൾ മിനിമം ഒരു ദിവസം ഒരു 3 സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് ഒരു പസിലും ഒരു സീറ്റിംഗ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു 3 സെറ്റും ഒരു DI ഒരു 3 DI സെറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലവണ്ണം സ്പീഡ് ഇമ്പ്രൂവ് ആവും. മെയിൻസിന് പോകുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അവിടെ കിട്ടും. അപ്പോൾ മാക്സിമം ഒരു ദിവസം 3 DI വെച്ചും 3 സീറ്റിംഗ് വെച്ചും ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.